ഇനി നമ്മൾ അതിഥിയിലേക്ക് പോവുകയാണ്. കറുപ്പിനെന്താ കുഴപ്പം എന്ന ചോദ്യം ഇന്നലെ നമ്മൾ വീണ്ടും ഉയർത്തേണ്ടി വന്നു. നിറത്തിനെ ചൊല്ലിയും ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ചുമുള്ള ചർച്ചകൾ സജീവമായിരിക്കെ ഇന്ന് നമുക്കൊപ്പം അതിഥിയായി ചേരുന്നത് മോഡലും ബോഡി ബിൽഡറുമായ, ഇതിനെല്ലാം ഉപരി എന്റെ കറുപ്പിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് ഉറക്കെ പറയുന്ന വിദ്യാർത്ഥിയായ കാജൽ ജനിത്താണ്. കാജൽ, സ്വാഗതം ന്യൂസ് 3യിലേക്ക്. വലിയ സന്തോഷം. കാജലിനെ ആദ്യമായിട്ടല്ല ന്യൂസ് 18 പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. നേരത്തെയും കാജൽ മോഡലായപ്പോഴും കാജൽ ബോഡി ബിൽഡിങ്ങിലേക്ക് തിരിഞ്ഞപ്പോഴും ഒക്കെ ന്യൂസ് 18 ഒപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് പുതിയ വിശേഷം? എവിടെയാണ്? എന്ത് ചെയ്യുന്നു ഇപ്പോൾ കാജൽ? ഞാനിപ്പോൾ പഠിക്കുവാണ്. HMCT കോവളത്ത് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. ഞാനിപ്പം ഇങ്ങനെ പഠനം മാത്രമായിട്ട് പോകുന്നുണ്ട്. ഹോട്ടൽ മാനേജ്മെന്റ് ആണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഷെഫാണോ? എന്താണ് ലക്ഷ്യം? എന്താണ്? എന്റെ ചെറുതിലെ മുതലുള്ള ഡ്രീമിലേക്കാണ് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആഹാ, ചെറുതിലെ മുതൽ അതിനാണ് ഇഷ്ടം? അതെ അതെ, ഷെഫ് ആവണമെന്നുള്ള ആഗ്രഹമായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. നമ്മൾ ഇന്നലെ ചീഫ് സെക്രട്ടറി ശ്രീമതി ശാരദാ മുരളീധരൻ ഉറക്കെ പറഞ്ഞു, എന്റെ നിറം കറുപ്പാണ്, ഞാൻ അതിൽ അഭിമാനിക്കുന്നു, എന്തിന് എന്നെ കളിയാക്കണമെന്ന വലിയ ചോദ്യം ഉയർത്തി നമ്മൾ വീണ്ടും അത് ചർച്ച ചെയ്യുകയാണ്. എനിക്ക് ആ സമയത്ത് ശാരദാ മുരളീധരൻ FB പോസ്റ്റ് ഇടുകയും അത് ചർച്ചയാവുകയും ചെയ്തപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്ന ഓടിയെത്തിയത് കാജലിനെ കുറിച്ചാണ്. കാജലും ഇതുപോലെ അന്ന് പറഞ്ഞിരുന്നു. ഒരുപാട് ഫീച്ചറുകളിൽ കാജലിനെ കുറിച്ച് വായിച്ചു. കാജൽ വീണ്ടും അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ മറുവശത്ത് എന്തുകൊണ്ട് നീ കറുത്തിരിക്കുന്നു, നിനക്ക് കറുക്കാൻ എന്തൊക്കെ വെളുക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ആളുകളുടെ ആ ഉപദേശം തുടർന്നുകൊണ്ടിരിക്കുകയാണോ? ഉറപ്പായിട്ടും തുടരുന്നുണ്ട്. ഞാനിപ്പം എൻ്റെ സ്ഥലത്ത് നിന്ന് പഠിക്കാനായിട്ട് ഇവിടെ കോളം സ്ഥലത്താണ് ഇപ്പം പഠിക്കുന്നത്. അവിടെ വന്നപ്പോഴും ഇത് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. പല ആൾക്കാർക്കും പല സംശയങ്ങളാണ് കാണുമ്പോഴത്തേക്കും. ഇത് പെയിന്റ് ബക്കറ്റിൽ വീണതാണോ എന്ന് വരെ ഇന്നലെ തന്നെ ഉണ്ടായൊരു അനുഭവമായിരുന്നു. എന്നെ കണ്ടിട്ട് കറുപ്പിൽ വീണതാണോ, കറുപ്പ് അടിച്ചതാണോ എന്ന് വരെ ആൾക്കാർക്ക് ഭയങ്കര സംശയങ്ങളാണ് നിറത്തെക്കുറിച്ച്. കാജൽ പറഞ്ഞ സംഭവം ഇന്നലെ ഉണ്ടായതാണ്. ഇന്നലെ നമ്മൾ കേരളം ഇങ്ങനെ വലിയ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാജൽ എന്ന് പറഞ്ഞ വിദ്യാർത്ഥിനി കോവളത്ത് താമസിക്കുകയാണ്. അവർ കുറച്ചുപേര് കൂട്ടുകാർ വീടെടുത്ത്. അപ്പൊ എന്താ സംഭവിച്ചത്? ആരാ അത് പറഞ്ഞതൊന്ന് പറയൂ, വിശദമായി പറയൂ. ഞാൻ അടുത്തൊരു കടയിലേക്ക് സാധനം മേടിക്കാൻ പോയതായിരുന്നു. അപ്പൊ അവിടെ നിന്നൊരു അത്യാവശ്യം ഒരു 50 വയസ്സുള്ളൊരു സ്ത്രീ ആയിരുന്നു അത് പറഞ്ഞത്. അപ്പം ഞാൻ കടയിൽ സാധനം മേടിച്ചുകൊണ്ട് എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ ഇങ്ങനെ കറുത്തു പോയത്, പെയിന്റ് ബക്കറ്റ് വീണതാണോ, അതോ ജനിച്ചപ്പോഴേ എങ്ങനെയാണോ, അതോ ഇനി കളറടിച്ച് നടക്കുന്നതാണോ? ഒരുപാട് സംശയങ്ങളായിരുന്നു സ്ത്രീക്കുള്ളതായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ചിരിച്ചിട്ടിങ്ങി വന്നു. അപ്പോൾ തൊട്ടടുത്ത് നിന്നൊരു ചേട്ടനുണ്ടായിരുന്നു. അതൊരു 22 വയസ്സൊക്കെ പ്രായമുള്ള ആ ചേട്ടൻ, ആ കൊച്ചു അങ്ങനെ ഇരിക്കുന്നത്. ഇപ്പം ആ പുള്ളിക്കാരൻ അതിനെ എതിർത്തു. അപ്പം 2 തലമുറയിലുള്ള ആൾക്കാർ അവരുടെ കാഴ്ചപ്പാടാണ് എനിക്ക് ഇന്നലെ തന്നെ അത് മനസ്സിലായത്. ഇതേപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. കാരണം എപ്പോഴും ആൾക്കാർക്ക് ഡൗട്ടായി, ഇത് കറുത്തു പോയതാണോ, ഇനി പെയിന്റ് വിക്കറ്റ് വീണയാണോ എന്നൊക്കെ ഭയങ്കര ഡൗട്ടുകളുള്ള ആൾക്കാരാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ള. ഇന്നലെ കാജൽ ചിരിച്ചു എന്ന് പറഞ്ഞല്ലോ, അതൊരു വലിയ മറുപടിയാണ്. ചിരി ഒരു വലിയ മറുപടിയാണ്. പക്ഷെ ആ മറുപടിയിലേക്ക് എത്താൻ കാജൽ കുറെ യാത്ര ചെയ്തിട്ടുണ്ടാണ്. ആദ്യമൊക്കെ ദേഷ്യം വരുമായിരുന്നു, അല്ലെങ്കിൽ സങ്കടം വരുമായിരുന്നു, കരയാറുണ്ടായിരുന്നു? ഉറപ്പായിരുന്നു. ഞാൻ ഒരു ദിവസം പോലും കരയാതെ ഇരുന്നിട്ടില്ല. ചെറുതിലെ ഒരുപാട് സങ്കടം തോന്നിയിട്ട്, ചെറുതിലെ എൻ്റെ ഒരു 4ാം ക്ലാസ് വരെ സ്കൂളിൽ പോവാതെയും ഒരുപാട് വിഷമങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ഇയാൾക്ക് കളിയാക്കുമ്പോഴൊക്കെ. പിന്നെ ഞാൻ ആലോചിച്ചു, കുറേ നാളിങ്ങനെ കഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് ഇത് തന്നെ തുടരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, അവർ പറയട്ടെ, ഞാൻ എൻ്റെ ജീവിതം മുമ്പോട്ട് പോവാന്ന് വിചാരിച്ചു. അന്ന് ആ ചെറുതിലെ തോന്നിയിരുന്നോ ഇനി പുറത്തേക്ക് ഇറങ്ങില്ല അങ്ങനെയൊക്കെ? ചെറുതിലെ ഒരുപാട്. അതായത് ഇപ്പം നമ്മുടെ എന്തെങ്കിലും ഫംഗ്ഷൻ വന്നാലോ സ്കൂളിൽ പോകാനോ ഒക്കെ എനിക്ക് നല്ല മടിയായിരുന്നു. ഇത് കാരണം ആൾക്കാർ ചോദിക്കുമോ എന്നുള്ളത് കാരണം ഭയങ്കര മടിയായിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ അമ്മ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. കാരണം അമ്മ എന്നെ പുറത്തിറക്കി ആൾക്കാരുടെ അടുത്ത് സംസാരിപ്പിക്കുക, അങ്ങനെ എനിക്കിത് മാറിയത്. ശരിക്കും കാജലിന്റെ പിന്നിലുള്ള ഒരു എന്താണ് പോരാളി എന്ന് പറഞ്ഞ അമ്മ തന്നെയാണ്. പിന്നിൽ ഞാൻ പറയുന്നില്ല, മുന്നിലെ പോരാളി അമ്മയും അച്ഛനും ആണ്. അപ്പൊ കാജല് അമ്മയും അച്ഛനെയും കുറിച്ച് പറയൂ. എന്റെ അമ്മയുടെ പേര് അർച്ചന എന്നാണ്. അമ്മ വർക്കല തന്നെ ടാക്സി ഓടിക്കുകയാണ്. അച്ഛൻ ജനിത്, അച്ഛൻ പുറത്താണ്, ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നു. നല്ല സപ്പോർട്ടാണ്. അതെ ഇടവയാണ് സ്ഥലം, വർക്കല ഇടവ. ഈ കാജൽ ഇപ്പോൾ നമ്മൾ ഈ സ്റ്റുഡിയോയിലേക്ക് കയറുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നിയൊരു കാര്യം, പലയിടത്തും നമ്മൾ സിറ്റിയിലുള്ള ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഞങ്ങളുടെ അവിടുത്തെ ആളുകളോ അല്ലെങ്കിൽ നേരത്തെ താമസിച്ചിരുന്നിടത്തോ ഒന്നും ഇല്ലാത്തത്ര സംശയവും തുറിച്ചുനോട്ടവും ഒക്കെയാണ് ഇവിടെ ഉള്ളവർക്കെന്നല്ലേ? അതെ ഭയങ്കര. കാരണം ഞാൻ വിചാരിച്ച ആ ഒരു വ്യത്യാസം വരുമെന്ന്. വ്യത്യാസം
ഇല്ല, ആൾക്കാരിൽ ആ വ്യത്യാസം കാണുന്നില്ല ഞാൻ. മനുഷ്യര് മാറുന്നില്ല, മനുഷ്യര് മാറുന്നില്ല. കുറെ ഇപ്പോഴത്തേക്ക് മാറും എന്ന് വിചാരിക്കുന്നതിനനുസരിച്ച് പ്രശ്നങ്ങൾ കൂടുന്നില്ല, മനുഷ്യർക്ക് മാറ്റമൊന്നുമില്ല. ഇനിയും വണ്ടി കിട്ടാനുള്ള ഒരുപാട് പേരുണ്ട് കാജൽ. ഉറപ്പായിട്ടും. ഇതിൽ നേരത്തെ രണ്ട് തലമുറയെ കുറിച്ച് പറഞ്ഞല്ലോ, നമുക്ക് അതൊന്ന് സംസാരിച്ചു പോകാൻ തോന്നുന്നു. പ്രത്യേകിച്ച് ഇന്നലെ ശാരദാ മുരളീധരൻ മാം നമ്മൾ ഇതിനൊരു പോരാട്ടത്തിന് ഇറങ്ങണം, യുദ്ധത്തിന് ഇറങ്ങണം എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കതൊന്ന് സംസാരിച്ചു പോകാം. ഈ ശാരദാ മുരളീധരനോട് പോസ്റ്റ് അവരാദ്യം ഇട്ടതിന് ശേഷം പിൻവലിച്ചപ്പോൾ മക്കളാണ് പറഞ്ഞത്, നിങ്ങളുടെ കറുപ്പിന് 100 അഴകാണ്, നിങ്ങൾ പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഇതൊന്ന് ഉയർത്തി കാട്ടണം, വിളിച്ചു പറയുക തന്നെ ചെയ്യണമെന്ന് പറഞ്ഞത് മക്കളാണെന്ന് പറഞ്ഞു. പുതിയ തലമുറയിലെ മക്കളാണ്. അപ്പോൾ നമ്മൾ പുതിയ തലമുറക്കാരെ ഇങ്ങനെ കളിയാക്കുമ്പോൾ മദ്യവും മയക്കുമരുന്നും അങ്ങനെ നടക്കുന്നു, അല്ലെങ്കിൽ ഫോണിലാണ് എല്ലാ സമയവും എന്നൊക്കെ പറയുമ്പോഴും അവരുടെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇത് തന്നെയല്ലേ കാജലെ? ഉറപ്പായിട്ടും മദ്യം മയക്കുമരുന്നൊക്കെ ഒരു വിഭാഗം, ചെറിയൊരു വിഭാഗം ആൾക്കാരായിരിക്കും, പക്ഷേ ഒരുപാട് പേര് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ അവെയർ ആവുന്നുണ്ടെന്നുള്ളതാണ് ആൾക്കാർ കുറച്ച് അക്സെപ്റ്റ് ചെയ്യാൻ. കാരണം അവരിപ്പം ഞാൻ ഇന്നലെ തന്നെ കണ്ട് ആ ചേട്ടൻ അവരെ ഭയങ്കരമായിട്ട് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം സംസാരിച്ചത് തന്നെ. അപ്പം അതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നേ, കാരണം ഇവരൊക്കെ ഭയങ്കര അവെയറാണ്. ഈ സോഷ്യൽ മീഡിയ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവരതിൽ നിന്നും കുറേ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പഴയ തലമുറയിലെ ആൾക്കാർ അവർ പറയുന്നത് എന്തോ ഇവർ മയക്കുമരുന്നാണ്, നല്ലത് കണ്ടാൽ തുറന്ന് സംസാരിക്കുക തന്നെ വേണം. ഇനി കോളേജിലേക്ക് വരികയാണെങ്കിൽ കോളേജിൽ എങ്ങനെയാണ് ഇപ്പൊ? ഫ്രണ്ട്സ് ഒക്കെ ആയോ? എന്താണ്? ഫസ്റ്റ് ഇയർ ആണ് പഠിക്കുന്നത്. കോളേജിനെ കുറിച്ച് പറയാം, അവിടുത്തെ ആളുകളുടെ ഒക്കെ സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? കോളേജ് എന്ന് പറയുമ്പോൾ IHMCT സെൻട്രൽ ഗവൺമെന്റ് കോളേജാണ്. അപ്പം അത്യാവശ്യം ഫ്രണ്ട്സ് ഒക്കെ. ഇപ്പം ഞാൻ ഫസ്റ്റ് ഇയർ സെക്കൻഡ് സെമസ്റ്റർ ആണ്. കോളേജ് എല്ലാം അടിപൊളി തന്നെയാണ്. കോളേജിലും ഇതേ കണക്ക് ചെറിയൊരു പ്രശ്നം ഒരു കോളേജിലൊരു സ്റ്റുഡൻറ്റിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അപ്പോൾ തന്നെ അതിനെക്കുറിച്ച് സംസാരിച്ച് വിടുക തന്നെ ഉണ്ടായിരുന്നത്. നമ്മളെ നിരന്തരം ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? പക്ഷെ നമ്മൾ മുന്നോട്ട് തന്നെ പോകും. എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ ബോഡി ബിൽഡിംഗ് ഒക്കെ ആ രംഗത്തേക്ക് പോകുന്നായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പെട്ടെന്ന് ഷെഫ് ആകണം എന്നുള്ള ആഗ്രഹം എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ, അത് പുതിയ അറിവാണ്. അപ്പൊ ബോഡി ബിൽഡിംഗ് എന്തുകൊണ്ടാണ് ഇപ്പൊ നിർത്തി വെച്ചിരിക്കുന്നത്? പഠിത്തം ഞാൻ പിന്നെ ഇവിടെ ആയതുകൊണ്ടുകൊണ്ടാ നിർത്തി വെച്ചത്. എന്റെ ജിമ്മൊക്കെ വരുന്നത് വർക്കല ഇടവയൽ തന്നെയാണ്. അപ്പം അങ്ങോട്ട് പോയി ഇപ്പം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു പ്രശ്നം കാരണം ഇത്തവണ എന്തായാലും ബോഡി ബിൽഡിംഗ് ഇല്ല. അടുത്ത വർഷം എന്തായാലും കാണും. അടുത്ത വർഷം കോമ്പറ്റീഷൻ ഇറങ്ങാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അതിന് വിചാരിച്ചാൽ മാത്രം പോരല്ലോ, ഘടകങ്ങളുണ്ടല്ലോ. ഡയറ്റ് ഒക്കെ നോക്കുന്നുണ്ടോ? ഇപ്പൊ ഡയറ്റ് ഒന്നും നോക്കുന്നില്ല, പക്ഷെ ഇതിന്റെ ഇടയിൽ ഇന്റേൺഷിപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ അതും മത്സരവും കൂടെ ക്ലാഷ് ആവുമെന്നൊരു ഡൗട്ട് ഉണ്ട്. അതെ. ഓക്കെ. അപ്പം ഈ ആദ്യത്തെ ഫോട്ടോഷൂട്ട് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അപ്പം ഈ സൗന്ദര്യം എന്ന് പറയുന്നത് വെളുത്തിരിക്കുന്നതിലാണ് എന്നൊക്കെ ഇപ്പോഴും കരുതുന്ന ആളുകളുണ്ട്. അവിടെയാണ് ഫോട്ടോഷൂട്ടുമായിട്ട് അല്ലെങ്കിൽ മോഡലിംഗ് രംഗത്തേക്ക് കാജൽ വരുന്നത്. ആദ്യം ആ വിളി വന്നപ്പോ എന്തായിരുന്നു മനസ്സിൽ? ഒരുപാട് സന്തോഷം തോന്നി. കാരണം എൻ്റെ ഫോട്ടോഷൂട്ട് എനിക്ക് കുറച്ച് അധികം കോൺഫിഡൻസ് തരെയും പിന്നെ അതിലൂടെ ഒരുപാട് പേർക്ക് ഇതേ കണക്ക് മാറി നിൽക്കുന്ന ഒരുപാട് പേർക്ക് കോൺഫിഡൻ്റ് ആയി. ഒരുപാട് പേര് ഇതിൽ അവരവരുടെ പാഷനിലോട്ട് തിരിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്നിലുപരി അവർ ഒരു പാഷൻ കണ്ടെത്തി പോയി, അതെനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയുള്ള കാര്യമാണ്. പിന്നെ ഈ ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞപ്പം കാജൽ വിചാരിച്ചിരുന്നു ഇങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഇതുപോലെ അല്ലെങ്കിൽ വെളുപ്പിക്കും, പൗഡർ ഇട്ട് വെളുപ്പിക്കും, അങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഒന്ന് ആദ്യം എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ പക്ഷേ ആ ഫസ്റ്റത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റ് തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞ കണ്ടീഷൻ, ഏത് ഷൂട്ടിന് പോയാലും ഞാൻ പറയുന്ന കണ്ടീഷൻ എന്നെ നിറം മാറ്റാതെ മേക്കപ്പ് ചെയ്യാനുള്ളതാണ്. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ വൈറ്റ് അടിച്ച് പുട്ടിയിട്ട് ഇതാക്കുന്നതല്ല, സ്വന്തം നിറത്തെ ഞാൻ എന്താണോ അത് എനിക്ക് പുറത്ത് കാണിക്കണം, അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു കാജലിന്റെ ആ കറുപ്പിനെ തന്നെയാണ് പ്രൊജക്ട് ചെയ്തത് അല്ലെ അന്ന് ആ ഷൂട്ടില് അല്ലെ? എന്ത് ഭംഗിയുള്ള ഫോട്ടോകളായിരുന്നു. ആ ഫോട്ടോ ഔട്ട് വന്നപ്പോ എന്ത് തോന്നി കാജലെ? ഒരുപാട് സന്തോഷം തോന്നി. കാരണം ചെറുതിലെ ഫോട്ടോ എടുക്കാൻ എനിക്ക് നല്ല മടിയായിരുന്നു. കാരണം ഈ ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് അവര് വെളുപ്പിക്കും, അത് പണ്ട് തൊട്ടേ ഉള്ളതാ. അത് കാരണം ഭയങ്കര മടിയായിരുന്നു. പക്ഷെ ഈ ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇങ്ങനെയും ഫോട്ടോ എടുക്കാമോ എന്നൊക്കെ ആ ഒരു ഭയങ്കര ഒരു എക്സ്ട്രീം ലെവൽ ഹാപ്പിനെസ് ആയിരുന്നു.
എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഈ കുറെ ആളുകൾ ഈ ഉപദേശിക്കുന്നവരുണ്ടല്ലോ, എന്തെങ്കിലും ഇത് കഴിച്ചാൽ വെളുക്കാം, ഇത് തേച്ചാൽ വെളുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്, എന്തെങ്കിലും ജീവിതത്തിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ എനിക്കൊന്ന് മാറണമെന്ന്? ഒരിക്കലും തോന്നിയിട്ടില്ല. അതാണ് ഇപ്പോഴും അങ്ങനെ തന്നെയല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ഭംഗി, എന്റെ സൗന്ദര്യം അത് ഇങ്ങനെ തന്നെ തുടരും. ഗംഭീര തീരുമാനം. ഈ ഷെഫാകണം എന്ന് പറഞ്ഞപ്പോ ചെറുതിലെ തൊട്ട് കുക്ക് ചെയ്യുമായിരുന്നു? അമ്മയുടെ കൂടെ ഒക്കെ കുക്ക് ചെയ്യുമായിരുന്നു? അമ്മാമ്മയായിരുന്നു എന്റെ കൂടെ. അമ്മാമ്മയെ കണ്ട് കുക്കിംഗ് പഠിച്ച, ഇങ്ങനെയാ കുക്കിംഗ് പാഷൻ ആയി പോയെ. നന്നായി കഴിക്കുന്നതും ഫുഡ് കഴിക്കലും ഉണ്ട്, നല്ലോണം കഴിക്കുകയും ചെയ്യും. ഇപ്പൊ കിട്ടിയേക്കുന്ന ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയാണ് ഫുഡ് വെക്കലും കഴിക്കലും? നമ്മുടെ ആ ഒരു ഫീൽഡിൽ മീൻസ് ഹോട്ടൽ മാനേജ്മെന്റ് എല്ലാവരും ഫുഡ് കുക്ക് ചെയ്യും. അന്ന് അമ്മമ്മ ഏറ്റവും നന്നായി ഉണ്ടാക്കി തന്ന, അമ്മമ്മ എങ്ങനെയായിരുന്നു? നന്നായി സപ്പോർട്ട് ചെയ്യുമായിരുന്നു ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ആളുകൾ നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഫാമിലിയിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല. എന്റെ അപ്പാപ്പനും അമ്മാമ്മയും എന്നെ ചെറുതില് നോക്കിയത് തന്നെ. എന്റെ അച്ഛനും അമ്മയും പുറത്തായിരുന്നു. അപ്പാപ്പനും അമ്മാമ്മയും തന്നെയാണ് നോക്കിയതും എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്തതും. അപ്പാപ്പന്റെ കൂടെ എപ്പോഴും അപ്പാപ്പൻ പോകുമ്പോഴൊക്കെ ഞാൻ പുറത്തു പോവുമായിരുന്നു. അങ്ങനെ അപ്പൊ നമ്മൾ സ്ട്രോങ് ആയിരുന്നു ചെറുതിലെ. ഈ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഒരു ഇത് മാത്രമേ എനിക്ക് കുറവായിട്ട് തോന്നും. പിന്നെ ആയപ്പോഴത്തേക്കും അതിൽ ഞാൻ കോൺഫിഡന്റ് ആയി. നമ്മുടെ ഈ ഷെഫ് ആകണം എന്ന് തോന്നിച്ച ഒരു നിമിഷം ഏതായിരുന്നു? നമ്മുടെ ഇവിടുത്തെ ഷെഫുമാരിൽ ആരെയാണ് ഇഷ്ടം? അങ്ങനെയല്ല, എനിക്ക് ഒരുപാട് ഷെഫുമാരെ ഇഷ്ടമാണ്. ഒരുപാട് ഷെഫുമാരെ ഇഷ്ടം. അങ്ങനത്തെ വീഡിയോസ് ആണ് കൂടുതൽ? ഞാൻ കൂടുതലും ഷെഫിന്റെ വീഡിയോ, ഫുഡിന്റെ ആണ്. നമ്മുടെ ഇൻസ്റ്റഗ്രാം റീൽ ആയ പോലെ എല്ലാം അത് തന്നെയാണ്. അപ്പോ ഇനിയൊരു സ്വപ്നം എന്ന് പറയുന്നത് ഈ ഷെഫാണ് എന്ന് പറഞ്ഞല്ലോ, ഈ ബോഡി ബിൽഡിങ്ങിലേക്ക് പോകുമോ ഇനി? ഉറപ്പായിട്ടും. ഇതെല്ലാം എന്റെ ഒരു പാഷനായിട്ട്. അപ്പം ഒന്നില് നിൽക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. എല്ലാ മേഖലയും ഞാനിങ്ങനെ അങ്ങനെ എല്ലാം കവർ ചെയ്ത് പോകാനാണ് താല്പര്യം. വേറെ നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ, ബിസിനസ് വേണമെന്ന് പറഞ്ഞു. അത് ഈ ഹോട്ടൽ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം അല്ലെ, മൊത്തത്തില് ഒരു റെസ്റ്റോറന്റ്, ആ റെസ്റ്റോറന്റിൽ വേണമെങ്കിൽ നമുക്ക് ജിംനേഷ്യം ഒക്കെ തുടങ്ങാം അല്ലെ, അങ്ങനെ മൊത്തത്തിലൊരു നല്ല വലിയൊരു ഗ്രൂപ്പ് അല്ലെ? അതാണ്. അപ്പൊ അങ്ങനെയാണ് ആഗ്രഹവും. ഇപ്പൊ അമ്മ എന്ത് പറയുന്നു കാജലെ? കാജലിന്റെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു, പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നന്നായി തന്നെ ബോഡി ബിൽഡിങ്ങില് തിരുവനന്തപുരത്തിന് വേണ്ടി കളിച്ചിരുന്നില്ലേ, ഇറങ്ങിയിരുന്നില്ലേ? അന്ന് മിസ്റ്റർ വാൻഡ്രോ ആയിരുന്നു. അതിന്റെ ആ വേദി ഒന്ന് പറഞ്ഞേ, അത് ഏത് വർഷമായിരുന്നു? 2022 അത് ഞാൻ വർക്കലയിൽ ഒരു ജിമ്മിൽ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴത്തേക്കും മത്സരം ഉണ്ടെന്ന് പറഞ്ഞൊരു 3 മാസത്തെ കട്ടിങ്ങിലായിരുന്നു ഞാൻ അന്ന് ഇറങ്ങിയത്. അപ്പൊ നെടുമങ്ങാട് വെച്ചിട്ടായിരുന്നു ആ മത്സരം. അങ്ങനെ പക്ഷെ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു അതും അച്ചീവ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും. ഭയങ്കര സന്തോഷമായി. അതിനിടയ്ക്ക് ഒരു വിഷമം ഉണ്ടായത് പ്ലസ് 1 പഠിക്കാൻ പോയപ്പോ അവിടുത്തെ ടീച്ചർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതൊരു പ്രശ്നം ഉണ്ടായി. പക്ഷെ ഞാൻ അപ്പോഴത്തേക്ക് എന്റെ പഴയ സ്കൂളിലോട്ട് തന്നെയായി വന്നു. എനിക്കറിയത്തില്ല, ചിലപ്പോ ഇങ്ങനെയൊക്കെ നമ്മുടെ ബോഡി ബിൽഡിങ് ചെയ്യുന്ന അതൊക്കെ ആയിരിക്കും. അങ്ങനെ കുറെ ഇതൊക്കെ അതുകൊണ്ട് സ്കൂൾ തന്നെ മാറി. ഞാൻ അതുകൊണ്ട് സ്കൂൾ തന്നെ ഞാനങ്ങ് മാറി. അതാണ് എന്റെ പഴയ സ്കൂളിലോട്ട് ഞാനങ്ങ് മാറി അല്ലേ? ഓക്കെ. എന്നിട്ട് പഴയ സ്കൂളിലേക്ക് വന്നു. അതിനുശേഷമാണ് കോമ്പറ്റീഷൻ ഇറങ്ങിയത്? അല്ല, പ്ലസ് 1 കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ വേറെ സ്കൂളിലേക്ക് വന്നത്. ഓക്കെ. അതിനുശേഷം പിന്നെ ഈ ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് തോന്നിയില്ലായിരുന്നു? ഇല്ല, നമ്മൾ ആ ടൈം ബോഡി ബിൽഡിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് അതിൻ്റെ ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡയറ്റ് വിട്ടു. പിന്നെ എൻ്റെ പഠിത്തം, പിന്നെ ഞാൻ ഡിപ്ലോമ ചെയ്തായിരുന്നു പ്ലസ് 2 കഴിഞ്ഞിട്ട് ഫിറ്റ്നസ് ട്രെയിനിങ്ങിൽ തന്നെ. ഫിറ്റ്നസ് ട്രെയിനിങ് ചെയ്തു? ഡിപ്ലോമ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വഴി പോകുമെന്ന് തോന്നിയായിരുന്നു? ഇല്ല, അതിപ്പം ബോഡി ബിൽഡിംഗ് കഴിഞ്ഞു. അപ്പൊ അതൊരു ആഗ്രഹത്തിന് വെറുതെ എടുത്തു ചെയ്തു. ഇന്നലെ ഈ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഇങ്ങനെ പറഞ്ഞപ്പോ കാജലിന് എന്താ തോന്നിയത്? ആ ഒരു വിഷയം വീണ്ടും ചർച്ചയാകുന്നു കേട്ടപ്പോ, ഇതൊന്നും എത്ര ചർച്ചയായിട്ടും കാര്യമില്ല, ആളുകൾ മാറാൻ പോകുന്നില്ല, അങ്ങനെയാണോ തോന്നിയത്? ഉറപ്പായിട്ടും. കാരണം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യങ്ങളൊന്നുമല്ല. എത്ര കാലമായിട്ട് ഈ ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ളവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. ഇപ്പൊ ഇടയ്ക്ക് ഒരു ന്യൂസ് വരും, ആൾക്കാർ ജസ്റ്റ് കാണും, പക്ഷേ പിന്നെ ആൾക്കാർ പഴയ പോലെ തന്നെയാണ്. ഇതിപ്പം നാളെ മറ്റന്നാൾ ഇത് കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ പഴയ പോലെ തന്നെയാണ് പെരുമാറുന്നത്. അതിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പൊ കാജലിന് ഇനിയും പ്രതീക്ഷയില്ലേ? കാജൽ, നമ്മളിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, ആളുകളുടെ മനോഭാവം മാറുമെന്ന് ഒരു പ്രതീക്ഷയില്ലേ? കുറച്ചൊക്കെ മാറുമായിരിക്കും, പക്ഷേ എന്നാലും മാറാതെ ഉള്ള കുറച്ച് സമൂഹം ഉണ്ടല്ലോ.
മാറുമെന്ന് തോന്നുന്നില്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ തേടി പോവുക, അതിലൊന്നും വീഴാതിരിക്കുക, അത്രേ ഉള്ളൂ. ഇങ്ങനെ എന്തെങ്കിലും രീതിയിൽ ആരെങ്കിലുമൊക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ കാജലിന്റെ ജീവിതത്തിൽ? എനിക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ തളരരുത്, മുന്നോട്ട് പോകണമെന്ന് ഡയറക്റ്റ് ആരോടെങ്കിലും ഒക്കെ പറയേണ്ടി വന്നിട്ടുണ്ടോ? ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കുമായിരുന്നു. അവരിത് എനിക്ക് ഡാർക്ക് സ്കിൻഡാണ്, അവർക്ക് നല്ല കോൺഫിഡന്റ് കുറവുണ്ടെന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര്. അപ്പൊ ഞാൻ അവരുടെ അടുത്തൊക്കെ ഇവരെന്റെ സ്റ്റോറി കണ്ടിട്ടൊക്കെയാ മെസ്സേജ് അയക്കുന്നത് തന്നെ. പിന്നെ ഇവര് നല്ല കോൺഫിഡൻസ്, ഇവരേതായിട്ടുള്ള കാര്യങ്ങൾ, ഇവര് അച്ചീവ് ചെയ്ത കാര്യങ്ങൾ ഞാൻ കണ്ടു. അതെനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി. കാരണം ഞാൻ കാരണം വേറൊരാള് നല്ലൊരു ഇതിലെത്തുക, അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും അവരെയൊക്കെ ഇനിയും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ആരെയും പുറകോട്ട് പോകാൻ അനുവദിക്കരുത്. നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം എവിടെ വരെ പോകുന്നു നമുക്കൊന്ന് നോക്കാം, ഈ പറയുന്നവരൊക്കെ അല്ലേ കാജൽ? അതെ അതെ. അപ്പൊ എന്തായാലും അച്ഛനോടും അമ്മയോടും ഒക്കെ അന്വേഷണം പറയണം, ഗംഭീരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. പഠനം അത് അതിന്റെ വഴിക്ക് പോട്ടെ, അംബിഷൻസ് അങ്ങനെ പോട്ടെ. അപ്പൊ എല്ലാവിധ ആശംസകളും. ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന് താങ്ക് യു സോ മച്ച്. അപ്പൊ കാജലാണ് നമുക്ക് ഇന്ന് അതിഥിയായിട്ട് എത്തിയത്. കാജലിന്റെ വിശേഷങ്ങൾ കേൾക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മനസ്സിന് വിഷമം ഉണ്ടായിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊരു മോട്ടിവേഷൻ ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. ശാരദാ മുരളീധരൻ മാമൊക്കെ പറയുന്നത് പോലെ നമുക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാം, അല്ലെങ്കിൽ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കാം ഈ വിഷയത്തിൽ ആളുകൾ മാറുന്നത് വരെ. എമ്പുരാനെ കുറിച്ച് പറയാതെ ഇന്ന് ന്യൂസ് 3 പൂർത്തിയാക്കുന്നത് ശരിയല്ല. എമ്പുരാന്റെ ആദ്യ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയ പ്രേക്ഷകരൊക്കെ വലിയ ആവേശത്തിലാണ്. 6 വർഷത്തെ കാത്തിരിപ്പ് മുതലായി എന്നാണ് പലരും പറഞ്ഞത്. സെക്കൻഡ് ഹാഫ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ബൊമ്പം പടം, ബൊമ്പം പടം, അടിപൊളി, അടിപൊളി. ഈ ആവേശമായിരുന്നു കേരളത്തിൽ എമ്പുരാൻ പ്രദർശിപ്പിച്ച ഓരോ തിയേറ്ററുകളിലും. ലാലേട്ടനെ ഏറ്റവും മികച്ച രീതിയിൽ കാണാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ആരാധകർ. സംവിധായകൻ പൃഥ്വിരാജിന്റെ മികവ് കൂടി എത്തുന്നതോടെ എമ്പുരാൻ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരുകയാണ്. ആവേശത്തിന്റെ കൂട്ടുമുട്ടിയിലായിരുന്നു തലസ്ഥാനം. റിലീസിന് തലേ ദിവസം രാത്രി DJ ആഘോഷ പരിപാടികൾ ആരാധകർ സംഘടിപ്പിച്ചു. ഇന്ത്യയിൽ രാവിലെ 6 മണിക്കാണ് ഷോ ആരംഭിച്ചതെങ്കിലും ആരാധകർ രാവിലെ 4 മണി മുതൽ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തി. ന്യൂ തിയേറ്ററിൽ ആ കാഴ്ചകൾ പ്രകടമായിരുന്നു. എന്തായാലും കാത്തിരിപ്പിൽ പ്രതീക്ഷിച്ച പോലെ തന്നെ ചിത്രം തിയേറ്ററുകളിൽ തെളിഞ്ഞു. വരുന്ന ദിവസങ്ങളിൽ കുടുംബ പ്രേക്ഷകരുടെ മികച്ച അഭിപ്രായം കൂടി നേടുമ്പോൾ ചിത്രം എത്താൻ കഴിയില്ലെന്ന് കരുതിയ ചില കളക്ഷൻ റെക്കോർഡുകൾ പോലും തകർക്കപ്പെടും. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് 18. വിവിധയിടങ്ങളിൽ വലിയ ആരാധക പ്രതികരണമാണ് എമ്പുരാന് ലഭിച്ചത്. കേരളത്തിൽ 780 സ്ക്രീനുകളിലാണ് ചിത്രം റിലീസിനെത്തിയത്. തെലുഗു ഇൻഡസ്ട്രിയിൽ നിന്നും ബാഹുബലി പോലെ, കന്നഡ ഇൻഡസ്ട്രിക്ക് KGF പോലെ, മലയാളികൾക്ക് എമ്പുരാൻ ആവേശത്തിലാണ് ഇവിടെ എല്ലാവരും എത്തി നിൽക്കുന്നത്. ഞാൻ കണ്ണൂരിൽ നിന്ന് വരിക, കണ്ണൂര് തളിപ്പറമ്പ്. ഒന്നും പറയാനില്ല മക്കളെ. സംതിങ് an experience. Okay, you should watch. ക്ലൗഡിന്റെ കൂടെ അല്ലെങ്കിൽ ഫാൻസിന്റെ കൂടെ കാണാൻ ഒരു വേറെ എക്സ്പീരിയൻസ് തന്നെയാണ്. അടിപൊളി, ഒരു വാക്കുകളില്ല. പിന്നല്ലേ ഇനി എത്ര എണ്ണം കിടക്കുന്നു, എത്ര ഷോ ഇനി ബാക്കി കിടക്കുന്നു, പൊളിച്ചിരിക്കും. ഈ ഷോ കണ്ടതിന്റെ ഒരു എക്സ്ട്രാ എനർജി നമുക്ക് ഫീൽ ചെയ്യും. ആണ് നമ്മൾ രാവിലെ തന്നെ വന്ന് കണ്ടത്. അടിപൊളി സിനിമയാണ്, സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. അവിടെ കോപ്പറേറ്റ് സീൻസ് ഫൈറ്റ് ഒക്കെ സൂപ്പർ തന്നെയാണ്. അടിപൊളി. മോനെ എങ്ങനെയുണ്ട്? മോഹൻലാൽ മാമൻ എങ്ങനെയുണ്ട്? സൂപ്പർ. ഈ ചരിത്രത്തിൽ ഒരിക്കലും കാണാത്ത ഹൈപ്പോട് കൂടിയാണ് സിനിമ എത്തുന്നത്. അതെ ആ ആവേശം എല്ലാവർക്കും ഉണ്ട്, ഫാൻസുകാർക്ക് എല്ലാവർക്കും ഉണ്ട്, പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഉണ്ട്. ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പാണ് ഈ പടം. അപ്പൊ ഞങ്ങൾ അത്രയും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം 6 കൊല്ലമായിട്ട് കാത്തിരിക്കുകയാണല്ലോ ഈ ഒരു ഫിലിമിന് വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. പക്ഷെ ആസ് എൻ ആക്ടർ നമുക്ക് ലാലേട്ടനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടാണ് നമ്മള് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്തായാലും എല്ലാ ഫിലിമിനും വരുന്നത്. ആക്ച്വലി ആറാട്ടായാലും വാലിബനായാലും ഖുറേഷിയായാലും ഒക്കെ ഒന്ന് തന്നെയാണ്. നമുക്ക് ലാലേട്ടനാണ്, അത്രേ ഉള്ളൂ. ഫാൻസോരിക്കേ വരാറുള്ളൂ.
ലാലേട്ടൻ ഫാനാണ്. ഇനി ലാലേട്ടന്റെ യുഗമാണ്. കോട്ടയത്തും എമ്പുരാന് വലിയ സ്വീകരണമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഫാൻ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആരാധകരുടെ വലിയ ആഹ്ലാദം തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കോട്ടയത്ത് നഗരത്തിൽ ഏതാണ്ട് ഒരു സ്ക്രീൻ ഒഴികെ, ഒരു തിയേറ്റർ ഒഴികെ ബാക്കി എല്ലാ തിയേറ്ററിലും എമ്പുരാൻ നിറഞ്ഞാടുന്ന കാഴ്ചയാണല്ലോ നമുക്ക്. രസം എങ്ങനെ, ആരാ കൂടുതൽ ഗംഭീരായത്? ലാലേട്ടൻ തന്നെ. സൂപ്പർ രോമാഞ്ചം, സൂപ്പർ അടിപൊളി, പൊളിച്ചടുക്കി. ഒരു ഇംഗ്ലീഷ് പടം കണ്ടിറങ്ങുന്ന ഫീലായിരുന്നു. ശരിക്കും കാശറിഞ്ഞിട്ടുണ്ട്. മോഹൻലാലിന്റെ ഏറ്റവും വലിയ കടുത്ത ഒരു ആരാധകനാണ്. വളപ്പോട് വെച്ച് കിടന്ന ഒരു അപകടത്തിൽ വളരെ സാരമായ ശരീര വൈഷമ്യങ്ങളുള്ളവരാണ്. മോഹൻലാലിന്റെ സിനിമ കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊണ്ടുവന്നത്. എങ്ങനെയുണ്ട് സിനിമ കണ്ടിട്ട്? സൂപ്പർ സിനിമ. ഓ അടിപൊളി. സംവിധാന ശൈലി എങ്ങനെയുണ്ട്? എല്ലാം അടിപൊളി. സൂപ്പർ സിനിമ. അതാണ് എമ്പുരാൻ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഷോ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കൂടുതൽ പ്രതികരണങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ന്യൂസ് 3 ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.